കഞ്ഞിക്കുഴിയിലേക്ക് ചെന്നാൽ നല്ല ശർക്കരയും നല്ല കരിമ്പുമൊക്കെ ആസ്വദിക്കാം. ഒരു രാസവളവും ഉപയോഗിച്ചിട്ടില്ല. കാണാം. വളക്കൂറ് കുറഞ്ഞ ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടുന്നവയാണ് ചൊരിമണൽ. അതിൽ പച്ചക്കറിയും പൂക്കളും മാത്രമല്ല, കരിമ്പും വിളയും. വർഷങ്ങളായി തരിശു കിടന്നിരുന്ന പാടത്ത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കരിമ്പ് നട്ടത്. എന്തും വിളയുന്ന കഞ്ഞിക്കുഴിയിൽ കരിമ്പിന് മാത്രം മാറി നിൽക്കാനാകില്ലല്ലോ. ഹെവി റെയിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി ഒഴുകി പോകാനുള്ളൊരു തടസ്സം ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ച് ചാനൽ വെട്ടി കിട്ടത്തില്ല അങ്ങോട്ടൊക്കെ. ഭയങ്കര പാടാണ്. വെള്ളം കെട്ടി നിന്നിട്ട് കൃഷി നശിക്കുക, അങ്ങനെയുള്ള കാര്യം. നെല്ലിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയുള്ളത് കൊണ്ട് കുറച്ച് നാൾ ഇവിടെ ഒരു പാഴ് കിടന്നു. ജൈവ പച്ചക്കറി കൃഷിയുടെ വിളനിലമായ കഞ്ഞിക്കുഴിയിൽ നിന്ന് ഇനി മായമില്ലാത്ത ശർക്കരയുടെ മാധുര്യവും നുണയാം. തികച്ചും ജൈവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ജൈവ വളങ്ങളാണെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കരിമ്പ് ശർക്കരയാക്കും തന്നെ പറയുന്നത്. അപ്പോൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് നല്ല മധുരമുള്ള ശർക്കര കൂടെ ഇപ്പോൾ വിപണിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് സന്തോഷമാണ്. തരിശു കിടക്കുന്ന പാടങ്ങളിൽ കരിമ്പ് കൃഷി വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ശർക്കര. അത് ഏറ്റവും നമ്മളൊരു സ്ഥലപ്പേര് ചേർത്ത് പറയുന്ന അതുപോലും മായം കലർന്നു വരുന്നു. പല കളറൊക്കെ ചേർത്ത് വരുന്ന ശർക്കരയുണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കഞ്ഞിക്കുഴിയിലുള്ളവർക്ക്, ആ ചുറ്റുപാടുള്ളവർക്കെങ്കിലും നല്ല അല്ലേ സ്വാദിഷ്ടമായ ഒരു വിഷവും കലരാത്ത ശർക്കര കിട്ടും. എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിലേക്കൊക്കെ കടന്നു വരും? അത് മാത്രമല്ല ദിവീഷ്, കാരണം ഈ കഞ്ഞിക്കുഴിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ദിവീഷിന് ദേശീയപാതയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ കഞ്ഞിക്കുഴി എത്തുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ഇപ്പോൾ ഈ ദേശീയപാതയുടെയൊക്കെ പണി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇരുവശവും വലിയ പച്ചക്കറി കടകൾ കാണാം. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ അടുത്ത കാലത്തായി കഞ്ഞിക്കുഴിയിൽ നിന്ന് ഒരു ബിസിനസ് സംരംഭവുമായി പച്ചക്കറി കൃഷിയെ മാറ്റിക്കൊണ്ട് ധാരാളം ആളുകൾ വലിയ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് കഞ്ഞിക്കുഴി. അവിടെ പയറ് മുതൽ നമ്മൾ സൂര്യകാന്തി പാടം വരെ ഉണ്ട്. കഴിഞ്ഞ തവണയൊക്കെ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി ടിക്കറ്റ് വെച്ച് നടന്ന അത്തരത്തിൽ വേറിട്ട രീതിയിൽ കൃഷി ചെയ്യുന്ന ധാരാളം മനുഷ്യരുള്ള സ്ഥലമാണ് കഞ്ഞിക്കുഴി. അവിടെയാണ് കരിമ്പും കൃഷി ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു മണലിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഈ ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് പൂഴിമണൽ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ചൊരിമണൽ എന്നാണ് പറയുന്നത്. അതിന് വേഗത്തിൽ മഴ പെയ്താൽ അതങ്ങ് കട്ടിയായി കുറച്ച് നേരമൊക്കെ ഭംഗിയായിട്ടിരിക്കും. പക്ഷേ വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം അങ്ങ് ജലാംശം നഷ്ടപ്പെട്ടു പോകും. വളക്കൂറ് കുറവാണ്. അതുകൊണ്ട് വളരെ ഈ കൃഷി നമ്മൾ ഒന്ന് നട്ട് വെച്ചിട്ട്, സാധാരണ നിലയിൽ നമ്മൾ ഈ ഒരുപക്ഷെ ദിവീഷിൻ്റെ ഒക്കെ സ്ഥലത്താണെങ്കിൽ നമ്മളൊരു ചെടി കൊണ്ട് നട്ട് വെച്ചാൽ പിന്നീട് അതിൻ്റെ കാ പറിക്കാൻ വേണ്ടി പോയാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെ ഇതിൻ്റെ പുറകെ നിൽക്കണം. കാരണം വളം കൊടുക്കണം, വെള്ളം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കഞ്ഞിക്കുഴി. അപ്പോൾ അവിടെ ഈ സാധാരണ നിലയിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന പാടമായിരുന്നു, 1.5 ഏക്കർ പാടമായിരുന്നു. അവിടെ നെൽകൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ നെൽകൃഷി ചെയ്യാനുള്ള സാധ്യത വളരെ കുറഞ്ഞു. കാരണം പരമ്പരാഗതമായ നീർച്ചാലുകളൊക്കെ മൂടപ്പെട്ടതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല, തരിശു കിടക്കായിരുന്നു. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് അവിടെ വാരം കോരുക എന്ന് പറയാം. അല്പം നമ്മൾ കണ്ടത്തിൽ നിന്ന് തന്നെ മണ്ണെടുത്ത് ഒരു പൊക്കത്തിൽ ഒരു വാരം കോരി വെച്ചുകൊണ്ട് അതിൽ കരിമ്പങ്ങ് നട്ടു. പക്ഷേ അത് സക്സസ് ആവുമെന്നുള്ളൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് വളരെ സക്സസ് ആയിരിക്കുന്നു. എന്ന് മാത്രവുമല്ല, ഈ കരിമ്പ് കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഒരു 4-5 വർഷം അതിൻ്റെ ഈൽഡ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എന്ന് മാത്രവുമല്ല, ഈ കരിമ്പ് കൊണ്ട് അവർ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊന്ന് എടുത്ത് ആട്ടിയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ശർക്കര തന്നിരുന്നു. ദിവീഷ് പറഞ്ഞതുപോലെ ചില പേരുകളിലൊക്കെയുള്ള ശർക്കര നമ്മൾ ചിലയിടത്തു നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ഈ 1.5 ഏക്കറിലെ കൃഷി കൊണ്ട് എല്ലാവർക്കും ഒന്നും ശർക്കര കൊടുക്കാനൊന്നും പറ്റുന്നില്ല. ദിവീഷ് പറഞ്ഞതുപോലെ ആ മേഖലയിലുള്ള ആളുകൾക്കെങ്കിലും ഒരു പക്ഷേ നല്ല ശർക്കര കഴിക്കാൻ വേണ്ടി സാധിക്കും. കഞ്ഞിക്കുഴി ജനകീയാസൂത്രണ കാലം മുതൽ കേരളവും രാജ്യവും ഒക്കെ ചർച്ച ചെയ്യുന്ന പേരാണ്. കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അവിടുത്തെ കരിമ്പിന്റെ പേരിൽ കൂടി അല്ലേ, കഞ്ഞിക്കുഴിയുടെ പേരിനോടൊപ്പം ഇനി കരിമ്പിന്റെയും ശർക്കരയുടെ പേര് കൂടി ചേർക്കട്ടെ അല്ലേ രഘു? ശരി, അപ്പോൾ കാണാം.